മാത്രമേ മുറിയുന്നുള്ളൂ. ഇങ്ങനെ വല്ല അസുഖം. നീ അവിടെ നോക്കി കുഞ്ഞുങ്ങളായാൽ ചിലപ്പോൾ കരയും പിടിക്കുക കിട്ടും. ഞാൻ ജനലിറക്കാം. അപ്പൊ ശബ്ദം കേൾക്കില്ലല്ലോ. ആരും അറിയില്ല സംഘം. നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ പോയിക്കൊള്ളാം. വിവാഹത്തിന് മുമ്പ് ചേട്ടനും ഞാനും സ്നേഹത്തിലായിരുന്നു എന്ന് അദ്ദേഹത്തിനറിയാം. അതേക്കുറിച്ച് കൂടെ കൂടെ കുത്തി സംസാരിക്കാറുമുണ്ട്. ഇതും കൂടിയായാൽ ദയവ് ചെയ്ത് ചേട്ടൻ പോകും. പോലീസ് എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് നീ എനിക്ക് അഭയം തരികയില്ല. അപകടത്തിൽ ഞാനൊരു കൊലപാതകം ചെയ്തെങ്കിലും വിശ്വസിക്കാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നമ്മുടെ മനസാക്ഷി നമ്മൾ മാത്രമേ അറിയൂ. ഭർത്താവില്ലാത്തപ്പോൾ അന്യപുരുഷരെ കിടക്കമുറിയിൽ കിടത്തിയെന്ന് ആളുകൾ പറയും. ആരും എനിക്ക് മാപ്പ് തരില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ചേട്ടനുടൻ തന്നെ ഇവിടുന്ന് പോകണം. സങ്കടം. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി നീ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഏതാനും മണിക്കൂർ നേരത്തേക്ക് എന്നെ രക്ഷിക്കണമെന്ന് എന്നോട് അപേക്ഷിക്കുകയാണ്. സ്വന്തം സഹോദരൻ എന്ന പോലെ സംഘം എന്നെ സൂക്ഷിക്കണമെന്ന് മാത്രമേ പറയുന്നു. വിഷമമുണ്ടെങ്കിൽ എനിക്ക് അവസാന യാത്ര പറഞ്ഞിട്ട് കഥകു തുറന്നു വരും. അവരുടെ കാമുകൻ ഒരു കൊലപാതകയാണെന്ന് തോന്നുന്നു. ചേച്ചിയുടെ അച്ഛന്റെ അനന്തരം ആളിനെപ്പറ്റി ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാളെ വിളക്കോടെ ചുറ്റുമുള്ള ചേട്ടനെ കിടക്കയിൽ കിടക്കുന്നുണ്ടാവും. അവരൊരു നല്ല സ്ത്രീയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. മാനേജർ ഇവിടെ ഒരു കൊലപ്പള്ളി വന്നിട്ടുണ്ട്. അയാൾ ഇവിടെ? എനിക്കൊന്നും അറിയില്ല. ഇവിടെ ആരും വന്നില്ല. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല അല്ലേ? ഇല്ല. ഇതിനകത്താര്? മേനോൻ ചേട്ടനും ഭാര്യ. ഇവിടെ ഒരു മനുഷ്യനും പോകാൻ പാടില്ല. അവിടെ നിൽക്കും. വാദം തുറക്കൂ. നിങ്ങളുടെ മുറിയിലുണ്ടായിരുന്ന ആളെവിടെ? എന്റെ മുറിയിൽ ആരുമില്ല. എന്റെ ഭർത്താവ് ബോംബെക്ക് പോയിരിക്കുകയാണ്. അതറിയാം. ഞങ്ങൾക്ക് മുറിയൊന്ന് പരിശോധിക്കണം. ഇതെന്റെ കിടക്കമുറിയാണ്. ഇതിനകം പരിശോധിക്കേണ്ട ആവശ്യമില്ല. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഏത് മുറിയും പരിശോധിക്കേണ്ടി വരും. ക്ഷമിക്കണം മിസ്സസ് മേനോൻ. I am sorry, Mrs. Menon. നിങ്ങൾ ഇത്രക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താണ് ഈ പത്രത്തിൽ കണ്ടത്? എന്താണ് പറയുന്നത്? നേരാണോ എന്നോ? പത്രത്തിലെല്ലാം വന്നില്ലെന്നേ ഉള്ളൂ. ശരി, ഭയങ്കര അഭിപ്രായം കാണിക്കും. That's my business. Leave me to myself. നീ എവിടെ പോകുന്നു? തൊട്ടുപോയില്ല. എന്ത് കളയുന്നു? ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അക്ഷരം കേൾക്കണ്ട. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ക്ഷണം നീ വീട്ടിൽ നിന്ന് പുറത്താകണം. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. നിന്റെ കുഞ്ഞു നീക്കൂടെ കുഞ്ഞിലടി. ആ കുഞ്ഞൊരു വേശ്യയുടെ മകനെ ജീവിക്കാൻ സാധ്യമല്ല. അയ്യോ, എന്നെ പറഞ്ഞു വിടരുതേ. എല്ലാ ബന്ധങ്ങളും അവസാനിക്കുക. എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു പോകാൻ. നിനക്ക് പോകാൻ ഒപ്പില്ല. ഞാൻ പറഞ്ഞ അനുസരിക്കും. ശരി, നിങ്ങൾക്ക് പോകാം. തങ്കമ്മ മേനോൻ. തങ്കമ്മ എന്താണിങ്ങനെ? ആശ്ചര്യമായിരിക്കുന്നല്ലോ.
അനാഥാലയം ആർക്കെപ്പോഴാണ് ആവശ്യം വരിക എന്ന് നിശ്ചയിക്കാൻ ഒക്കില്ല സ്വാമി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വ്യക്തമായി പറയൂ. എന്നോട് ഇപ്പോഴൊന്നും ചോദിക്കരുത്. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിരപരാധിയും അനാഥയുമായ ഒരു സ്ത്രീയാണ് ഞാൻ. മീനാക്ഷി കുഞ്ഞിന് സ്വന്തം മോനേക്കാളും ഇഷ്ടം പ്രഭവനോടാണ്. ഇവനാണ് പങ്കമ്പിള്ള എന്റെ സ്വന്തം മോൻ. അതങ്ങനെ തന്നെ വിചാരിക്കണം കുഞ്ഞ്. തള്ളയില്ലാത്ത കുഞ്ഞല്ലേ. എന്റെ പ്രഭമോൻ തള്ളയില്ലാത്ത കുഞ്ഞൊന്നുമല്ല. പാവം, 1.5 വർഷമായി ഈ കുഞ്ഞ് തള്ളയുടെ ചൂടറിയാതെ വളരുകയാണ്. തങ്കമ്പിള്ള എന്തോ? തങ്കമ്പിള്ളക്ക് വേറെ ജോലി ഒന്നും ഉണ്ട്. ഈ കുഞ്ഞിനെ കൊണ്ട് വെക്കുള്ളൂ. ആ, എന്റെ കുഞ്ഞെന്ന് കൂടി വിളിച്ചാലേ നിനക്ക് മതിയാവുള്ളൂ അല്ലേടി? എന്റെ കുഞ്ഞാണെന്ന് ഞാൻ മാത്രമേ അറിയുന്നുള്ളല്ലോ എന്നുള്ളതാണ് എന്റെ വേദന. എന്റെ സഹോദരൻ പോലും ഞാൻ നൊന്ത് പെറ്റ കുഞ്ഞിന് നൽകുന്ന സ്നേഹത്തിനെ ത്യാഗമെന്ന് വ്യാഖ്യാനിക്കും. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എന്തൊരു നാശമാണിത്. മറ്റാരും വരുത്തിവെച്ച നാശമല്ലല്ലോ. അല്ല, ഞാൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാം. നീ കൂടെ സഹകരിക്കുമെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടണം. രാജനെ അവന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാൻ ഞാനൊരു പരിപാടി ഇട്ടിട്ടുണ്ട്. എങ്ങനെ? നാളെ ബാമ്പയ്ക്ക് പോകുമ്പോൾ ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോവുകയാണെന്ന് മേനൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാജനെ കൂടെ കൊണ്ടുപോകാം. ആരും അറിയാതെ അവനെ അനാഥാലയത്തിൽ കൊണ്ടുവന്നതാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കി. ഇപ്പൊ കണ്ടാൽ തങ്കമ്മച്ചേച്ചിക്ക് രാജനെ മനസ്സിലാവില്ല. സ്വന്തം കുട്ടിയില്ലാത്ത ദുഃഖത്തിലിരിക്കുന്ന അവർ ഏത് കുട്ടിയെ കണ്ടാലും എടുത്ത് വളർത്തും. ചേട്ടനോട് എന്ത് പറയും? ഞാൻ ഒരിക്കൽ കെട്ടിയ കുരു കഴിക്കണമെങ്കിൽ മറ്റൊരു കുരു കൂടെ കെട്ടേണ്ടിയിരിക്കുന്നു. ബാംബെയിൽ വെച്ച് കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയും. നിന്റെ മനസമാധാനത്തിനും എന്റെ രക്ഷയ്ക്കും അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു. കുഞ്ഞിനെ ചേച്ചിക്ക് തന്നെ കിട്ടും. നിന്നെ ഞാനത് ബോധ്യപ്പെടുത്താം. സ്വന്തം കുഞ്ഞിനെ കിട്ടാതെ മനതിരുകി കഴിയുന്ന നിനക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്ന് തന്നാണെന്ന് തോന്നുന്നു. കരച്ചിൽ കേട്ടുകൊണ്ട് ഞാൻ ഉണർന്നു ചെന്ന് നോക്കിയപ്പോൾ തോട്ടത്തിൽ ഒരിടത്ത് ഈ കുഞ്ഞ് കിടക്കുന്നു കേട്ടു. ഇനിയെങ്കിലും ഈശ്വരൻ നിനക്ക് മനഃശാന്തി നൽകട്ടെ. ഞാൻ ഇവന് ശിവശങ്കരൻ എന്ന് പേരിടുന്നു. ശിവൻ നിന്റെ മകനാണെന്ന് സങ്കല്പിക്കൂ. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഇവൻ നിന്റെ സകല ദുഃഖങ്ങളും തീർക്കും. തങ്കമ്മേ, ഇവൻ എല്ലാ തുറകളിലും വലിയവനാവും.